ഹലോ ഗൈസ്, നമസ്കാരം. മിഹിർ എന്ന് പറയുന്ന ആ കുട്ടിയുടെ അകാല മൃത്യുവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് A to Z കാര്യങ്ങൾ നിലവിൽ അതിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോടൊപ്പം ഞാൻ പറയും. അതിനു മുമ്പ് നിലവിൽ മിഹിറിൻ്റെ ബയോളജിക്കൽ ഫാദർ, അദ്ദേഹത്തിൻ്റെ ഡിവോഴ്സ് ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ അമ്മയിൽ നിന്ന് ഡിവോഴ്സ് ചെയ്തു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ റിയൽ അച്ഛൻ ഇപ്പം നിലവിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ടൊക്കെ മുമ്പിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ജസ്റ്റ് അത് കേട്ടതിന് ശേഷം ആ കുട്ടി അതിൻ്റെ കുഞ്ഞ് പ്രായം മുതൽ ഈ ലാസ്റ്റ് ഡേ വരെയുള്ള കാര്യങ്ങളുടെ അകത്ത് കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ അറിയാനുള്ള കാര്യമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളെല്ലാവരും പറയുന്ന ഇപ്പം ഈ പറയുന്ന ഒരു ഗ്ലോബൽ പബ്ലിക് സ്കൂൾ ഉണ്ടല്ലോ, ഒരു കുട്ടി ആ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ സ്കൂള് ഈ കുട്ടി മരണപ്പെട്ടതിന് ശേഷം ആ ദിവസമോ അതിനുള്ള അടുത്ത ദിവസമോ ഒരു ദിവസമെങ്കിലും അധ്യയന ദിവസത്തിൽ ഒരു അവധി പോലും കൊടുക്കാതെ ആ ഒരു കാര്യം കാണിച്ചത് എന്ത് മറച്ചു വയ്ക്കാനെന്നുള്ള കാര്യങ്ങൾ അടക്കം നമുക്ക് സംസാരിക്കാം. ആദ്യം ഈ ഒരു വാർത്ത നിങ്ങൾ ഇപ്പം കുറച്ച് മുമ്പ് വന്ന വാർത്ത കേൾക്കാം. അതിനകത്ത് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ അമ്മയ്ക്ക് മുമ്പ് കേസ് കൊടുത്ത കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ സത്യം പുറത്തു വരട്ടെ. പക്ഷേ ഇതിനകത്ത് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. വളരെ കുട്ടിയെ അപമാനിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം മറ്റു പല കാര്യങ്ങളും നടക്കുന്നു. അവൻ ഏറ്റവും മോശക്കാരനാണെന്ന്. അവൻ മോശക്കാരനായിട്ടുള്ളത് ഒരു സ്ത്രീയെ മോശമായിട്ട്, ഒരു പെൺകുട്ടിയെ മോശമായിട്ട് എന്തെങ്കിലും ലൈംഗിക ചേഷ്ടോടുള്ള കാര്യം ചെയ്തിട്ടല്ല. അവന്റെ നിറത്തിനെ കളിയാക്കിയപ്പോൾ അവൻ തിരിച്ചടിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം വഴിയെ പറയാം, ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. തൃപ്പൂണിത്തുറയിലെ 9ാം ക്ലാസ്സുകാരന്റെ മരണത്തിൽ കുട്ടിയുടെ അമ്മയ്ക്കെതിരെ ആരോപണങ്ങളുമായി അച്ഛൻ. മിഹിർ മരിക്കുന്ന സമയത്ത് ആരൊക്കെ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തണം. മിഹിറിന്റെ അമ്മയും ബന്ധുക്കളും പറഞ്ഞതിൽ വൈരുദ്ധ്യമുണ്ട്. റാഗിംഗ് പരാതി PR സ്റ്റണ്ടിന്റെ ഭാഗമാണെന്ന് മിഹിറിന്റെ അച്ഛൻ ഷഫീഖ് മാടമ്പാട്ട് ആരോപിക്കുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ, മിഹിറിന്റെ അച്ഛൻ ഇപ്പോൾ നിലവിൽ വന്നിട്ട് ഈ അമ്മയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. കുറേ അധികം സ്ക്രീൻഷോട്ടുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടാണ് അതിനകത്ത് വരുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ അഥവാ മിഹിറിന്റെ അമ്മ തല്ലുമായിരുന്നു, ബെൽറ്റ് വെച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ്. വീട്ടിൽ വളരെ മോശമായിരുന്നു. കഴിഞ്ഞ കുറെ കാലങ്ങളായി മിഹിർ ഒപ്പം ചില സ്ക്രീൻഷോട്ടുകൾ കൂടി പങ്കുവെക്കുന്നുണ്ട്. മിഹിറിന്റെ പിതാവ്, അതായത് മിഹിറിന്റെ പിതാവും കഴിഞ്ഞ കുറെ കാലമായി ചാറ്റ് ചെയ്തതിന്റെ ചില സ്ക്രീൻഷോട്ടുകൾ കൂടി പങ്കുവെക്കുന്നുണ്ട്. അതിൽ ഇത്തരത്തിൽ മാതാവ് തന്നെ ഉപദ്രവിക്കുന്നുണ്ട്, ബെൽറ്റ് കൊണ്ടടക്കം ഉപദ്രവിക്കുന്നുണ്ടെന്നും താൻ പരാജയമാണെന്നും തന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നും അടക്കം തന്നോട് പറയുന്നു എന്ന് മിഹിർ അച്ഛനോട് പറയുന്നതായി സ്ക്രീൻഷോട്ടിലുണ്ട്. ഏതായാലും ജെം സ്കൂളിൽ നിന്നും മിഹിറിനെ മാറ്റിയത് താല്പര്യമില്ലാതെയാണെന്നും ഈ സ്കൂളുകളിലൊന്നും തന്നെ മിഹിർ യാതൊരു പ്രശ്നവും ഉണ്ടാക്കിയിരുന്നില്ല എന്നും എല്ലാം അച്ഛൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ജെം സ്കൂളിൽ നിന്നും ഇത്തരത്തിൽ മിഹിറിനെ മാറ്റിയത്, അത് തന്നോട് മറച്ചു വെച്ചത് എന്തിനാണ് നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും ഒപ്പം ഈ റാഗിംഗ് എന്നതൊരു PR സ്റ്റണ്ട് മാത്രമാണ്, അതിൽ കൃത്യമായ അന്വേഷണം പോലീസ് നടത്തണമെന്നും ആവശ്യമാണ്. ഓക്കെ, ഇത് ഇപ്പൊ നിങ്ങളിപ്പോൾ കേട്ടതെല്ലാം ഇപ്പോൾ അദ്ദേഹം ഇവർക്കെതിരെ ഉണ്ടാക്കി ഗുരുതരമായ ആരോപണങ്ങളാണ്. അതൊക്കെ അന്വേഷണം തെളിയണം. തെറ്റുകാരാരാണെങ്കിലും അത് നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ ആ കുഞ്ഞു കുട്ടിയുടെ ഈ മരണത്തിന്റെ പിന്നിൽ ആത്മഹത്യയിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ അവരൊക്കെ ശിക്ഷിക്കപ്പെടണം. ഇനി 1.5 വയസ്സുകാരനായിരുന്ന അഥവാ മിഹിറിന്റെ 1.5 വയസ്സിലാണ് മിഹിറിന്റെ ഉമ്മ മറ്റൊരു വിവാഹത്തിലേക്ക് എത്തുന്നത്. അതായത് ഏതാണ്ട് 7 മാസം 8 മാസമോ അദ്ദേഹം ആ പ്രായമുള്ള സമയത്തെന്തോ ഇദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും തമ്മിൽ ഡിവോഴ്സ് ആകുന്നു. അതായത് മിഹിറിൻ്റെ റിയൽ അച്ഛനും അമ്മയും തമ്മിൽ ഡിവോഴ്സ് ആകുന്നു. അവരുടെ ആ ഒരു പേഴ്സണൽ ലൈഫിൻ്റെ അകത്തുണ്ടായ എന്തോ കാരണങ്ങൾ കാരണം അവൻ്റെ അമ്മയ്ക്ക് അത് താല്പര്യമില്ലാത്തതുകൊണ്ട് ആ ബന്ധത്തിൽ നിന്ന് അവർ മ്യൂച്വലി രണ്ടുപേരും രണ്ടായിട്ട് മാറുന്നു. ആ രണ്ടായിട്ട് മാറിയതിന് ശേഷം അവരുടെ തന്നെ കുടുംബ സുഹൃത്തായിട്ടുള്ള നിലവിൽ ഈ സലീം എന്ന് പറയുന്ന സലീം എന്നാണ് തോന്നുന്ന പേര്, അദ്ദേഹത്തിന് വിവാഹം കഴിക്കുന്നു. ഇനി ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ 1.5 വയസ്സിലാണ് ഈ പറയുന്ന മിഹിറിന്റെ അമ്മ മറ്റൊരു വിവാഹത്തിലേക്ക് എത്തുന്നത്. ഇന്ന് ഇത്ര 10-13 വയസ്സ് 10-14 വയസ്സൊക്കെ മേളിലുള്ള ആ കുട്ടി അതിൻ്റെ 1.5 വയസ്സിൽ അവൻ്റെ അമ്മ മറ്റൊരു വിവാഹത്തിലേക്ക് എത്തി. അദ്ദേഹത്തിനും വേറെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിവേ, അങ്ങനെയാണ് അവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഈ മിഹിറിന്റെ ഈ ഇപ്പൊ സ്റ്റെപ്പ് ഫാദർ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു അച്ഛൻ എന്നുള്ളത് മാത്രമാണ് ഈ പറയുന്ന ആദ്യം പഠിച്ചിരുന്ന സ്കൂളിലടക്കം എല്ലാ സ്ഥലങ്ങളിലും അറിയായിരുന്നു. എന്നാൽ ഇതിനിടയ്ക്ക് എവിടെയോ ഈ ഒരു കാര്യം ലീക്കാവുകയും അതിനെ അവിടെ നിന്നൊരു ആൺകുട്ടി നിരന്തരമായിട്ടൊരു ആ ഒരു ബുള്ളി ഗ്യാങ്ങിൻ്റെ അകത്തുള്ള ഒരു കുട്ടി ഇവന്റെ പുറകെ നടന്ന് ബുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു കുട്ടിക്ക് പുറമെ ഒരു ദിവസം ഈ ഒരു ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ ഇഷ്യൂ നടക്കുന്ന സമയത്ത് അതിനു മുമ്പ് ഒരു പെൺകുട്ടിയെ ഇവൻ എന്തോ ചെയ്തു, മിഹിർ എന്തോ ചെയ്തു എന്നൊക്കെ ആണല്ലോ ഇപ്പൊ എല്ലായിടത്തും പറച്ചിട്ട് വരുന്നത്. ആ മിഹിറിനോട് പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്, അതായത് നിന്റെ ഈ നിറം കണ്ടിട്ടല്ലടാ നിന്റെ അച്ഛൻ നിന്റെ അമ്മയെ കളഞ്ഞിട്ട് പോയത്, നിന്റെ അമ്മയെ ഡിവോഴ്സ് ചെയ്തത് നിന്റെ ഈ നിറം കണ്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് ഏറ്റവും ക്രൂരമായ അപമാനം ഏൽപ്പിച്ചതിന് ശേഷം ആ കുട്ടിയെ സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും അവന്റെ അസ്തിത്വത്തിന് ചോദ്യം ചെയ്യുന്ന സമയത്ത് ആ ചോദ്യം ചെയ്യലിൽ ആ കുട്ടി തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം വന്നു. പെൺകുട്ടിയെന്നോ നോക്കിയുള്ള ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല, ആ കുട്ടി അടിച്ചു, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ആ അടി കൊടുത്തതിന്റെ ഭാഗമായിട്ട് ആ കുട്ടിയുടെ ദേഹത്ത് മുറിഞ്ഞ് ചോര വന്നു. എന്നാൽ ആ കുട്ടി ഇവന്റെ ദേഹത്ത് അടിച്ചതിന് ഇവന് ചോരയോ മറ്റുള്ള കാര്യങ്ങളൊന്നും വരാത്തതാണ് ഏറ്റവും വലിയ തെറ്റായിട്ട് മാറിയിട്ടുള്ളത്. അല്ല എങ്കിൽ ഈ സംഭവം ഇങ്ങനെ ഉണ്ടാവത്തില്ല. ഇനി ഈ ഒരു മിഹിറിന്റെ ആത്മഹത്യ കഴിഞ്ഞ ആ ദിവസങ്ങളിൽ തന്നെ പിറ്റേ ദിവസങ്ങളിലോ എന്തോ അടുത്ത ദിവസങ്ങളിൽ തന്നെ
എന്താണ് ഈ പെൺകുട്ടിയെ ആ സ്കൂളിൽ നിന്നും അവർ TC വാങ്ങിയിട്ടും കൊണ്ടുപോയിട്ടുണ്ട്. എന്തിന്? ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിൽ വെച്ചേക്കണം. ഇനി ഈ രണ്ടാം അച്ഛൻ എന്ന് പറയുന്നല്ലോ, രണ്ടാം അച്ഛനുമായിട്ട് മിഹിർ എങ്ങനെയായിരുന്നു ബന്ധം എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ ബയോളജിക്കൽ ഫാദറിന്റെ ദുബായിൽ അങ്ങ് എന്താണ് വർക്ക് ചെയ്യുന്നത്, ആ സ്ഥലത്തേക്ക് ഈ രണ്ടാം അച്ഛനാണ് ഫ്ലൈറ്റിൽ കൊണ്ടുപോയി ആ സ്ഥലത്തേക്ക് ആക്കുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്തത്. വളരെയധികം ഫ്രണ്ട്ലിയാണ്. എവിടെ ആരുമായിട്ടൊക്കെ ഈ മിഹിറിന്റെ അച്ഛൻ അഥവാ ഇപ്പം കേസ് കൊടുത്തു എന്ന് പറയുന്ന ആ അച്ഛൻ വേറെ വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ച ആ സ്റ്റെപ്പ് മദറുമായിട്ടും അദ്ദേഹത്തിന്റെ റിയൽ അച്ഛനുമായിട്ടും നല്ല ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ രണ്ടുപേരുമായിട്ടും, അതായത് കുടുംബത്തിന്റെ അകത്തുള്ള എല്ലാവരുമായിട്ടും നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു മോനാണ്. നല്ലൊരു ക്യാരക്ടറുള്ള ഒരു കുട്ടിയായിരുന്നു മിഹിർ എന്ന് എനിക്ക് ഗ്രൗണ്ടിൽ നിന്നും ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരിൽ നിന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. ഇനി ഈ സ്കൂളിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ സ്കൂളുകളിൽ ഒരു അധ്യാപകരോ അനധ്യാപകരോ അല്ലെങ്കിൽ ആ സ്കൂളിൽ പഠിക്കുന്ന ആർക്കെങ്കിലും ഒരു കുട്ടിക്കോ ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിന് പൊതു അവധി കൊടുക്കും അല്ലേ? എന്തുകൊണ്ട് മിഹിർ എന്ന് പറയുന്ന കുട്ടി ആത്മഹത്യ ചെയ്തു? ആ കുട്ടിയുടെ ആ ഒരു ആത്മഹത്യ കാരണം എന്തുകൊണ്ട് ആ സ്കൂളിന് ഒരു ദിവസം പോലും അവധി കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആരും ചിന്തിച്ചിട്ടുണ്ടോ? അത് ക്വസ്റ്റ്യൻ മാർക്കല്ലേ? ആ ഒരു കാര്യം പുറത്തേക്ക് അറിയരുത്, അല്ലെങ്കിൽ ആ ഒരു കാര്യം സ്റ്റുഡൻസിന്റെ ഇടയിൽ ലീക്ക് ഔട്ട് ആവരുത്, എന്തിനെന്നുള്ള കാര്യം വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം പൊള്ളായി പുറത്തു വരും. അതുകൊണ്ടല്ലേ നമ്മുടെ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ ഈ കാര്യം പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഇത് ആ കുട്ടികൾക്ക് അവധി കൊടുക്കാത്തത്. ഇനി പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് വരാം. എവിടെ നിന്നാണ് തുടക്കം? അതായത് മിഹിറിന്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയിട്ട് അദ്ദേഹത്തിന്റെ റിയൽ അച്ഛനല്ല അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളതെന്നും അദ്ദേഹത്തിന്റെ നിറം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കളിയാക്കുന്ന ഒരു ഗ്യാങ് ആ സ്കൂളിൽ സജീവമായിരുന്നു. സ്കൂളിൽ വെച്ചാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. സ്കൂളിൽ വെച്ചിട്ട് ഈ കുട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ഡയറക്റ്റായിട്ട് പോയിട്ട് ഇവർ അഥവാ മിഹിറിന്റെ വീട്ടുകാരാണ്, അഥവാ അമ്മ തന്നെയാണ് മുൻകൈ എടുത്തിട്ട് മിഹിറിനെ ആ സ്കൂളിൽ നിന്ന് മാറ്റിയിട്ട് ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് കൊണ്ട് ചേർക്കുന്നത്. ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് കൊണ്ട് ചേർത്ത മിഹിർ മനസമാധാനത്തോടെ പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന മിഹിറിന് പിന്നാലെ അവിടുത്തെ സ്കൂളിലെ ബുള്ളി ഗ്യാങ്ങിൽപ്പെട്ട ഒരു പയ്യൻ അവൻ ഇതിന്റെ പിന്നാലെ തന്നെ ഈ സ്കൂളിലേക്ക്, അതായത് മിഹിർ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് സ്കൂളിൽ നിന്നും TC വാങ്ങിയിട്ട് അവന്റെ പിന്നാലെ വന്നു. എന്നിട്ട് അവന്റെ എന്തൊക്കെ നടന്നിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ ബുള്ളി ഗ്യാങ്ങിനോട് ഈ നമ്മുടെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലുള്ള ബുള്ളി ഗ്യാങ്ങിനോട് പറയുകയും നിരന്തരമായിട്ട് പിന്നെ അങ്ങോട്ട് ക്രൂരതകളുടെ റാഗിങ്ങിന്റെ ഏറ്റവും മൂർധന്യമായ കാര്യങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്തു. ഇത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ആ പേരൻസിനോട് ചോദിക്കണം. ചില പേരൻസിനോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു കാര്യമാണ് ഈ സ്കൂളിലെ പേരൻസിന്റെ പോലും അതൃപ്തി ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഈ കുട്ടി മരിച്ചിട്ട് ഒരു ദിവസം പോലും അവധി പോലും ആ സ്കൂളിൽ കൊടുത്തിട്ടില്ല എങ്കിൽ എന്തോ ദുരൂഹത ഉണ്ടെന്ന് അവിടുത്തെ പേരൻസ് പോലും സംശയിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്താണ് അതിന്റെ പിന്നിലെന്ന്. അപ്പോൾ സ്കൂളിൽ നിന്നും TC വാങ്ങി ഇപ്പുറത്തേക്ക് വന്ന മിഹിറിന് പിന്നാലെ ആ സ്കൂളിൽ നിന്ന് ഒരു ആൺകുട്ടി വീണ്ടും ഇവന്റെ പിന്നാലെ ഇവിടെ വരികയും പഠിച്ചതിന് ശേഷം വീണ്ടും ആ ബുള്ളിക്ക് അങ്ങനെ ഇളക്കി വിട്ടുകൊണ്ട് ഇവനെ നിരന്തരമായി ടോയ്ലറ്റിലും ഫ്ലഷ് ചെയ്യുകയും നക്കിക്കുകയും അടക്കം പല കാര്യങ്ങളും ചെയ്ത് മാനസിക സംഘർഷങ്ങളും പ്രശ്നങ്ങളും നിരന്തരമായി ഏൽക്കേണ്ടി വന്നു. ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ മിഹിറിന്റെ അമ്മ അടിച്ചതും മറ്റുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു കോമൺ ടിപ്പിക്കൽ മല്ലു മൈൻഡ് സെറ്റ് മാത്രം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. സ്കൂളിൽ നിരന്തരമായ പ്രശ്നം ആ സ്കൂളിൽ നിന്ന് മാറ്റി ഈ സ്കൂളിലേക്ക് കൊണ്ടുവന്നു. ആ സ്കൂളിൽ പ്രശ്നം, അതിനുശേഷം ഇപ്പുറത്തൊന്ന് ഈ സ്കൂളിലും പ്രശ്നം. എന്തെങ്കിലും അടിയോ പിടിയോ വഴക്കോ പറഞ്ഞ് ചിലപ്പോൾ വിളിച്ച് പറഞ്ഞതുകൊണ്ടോ അറിഞ്ഞതുകൊണ്ടോ ചിലപ്പോൾ വീട്ടുകാർ ചിലപ്പോൾ തല്ലിയിട്ടുണ്ടാവാം, വഴക്ക് പറഞ്ഞിട്ടുണ്ടാവാം. ഞാൻ പറയുന്നത് അത് ടോക്സിസിറ്റി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും ചിലപ്പോൾ അൺകൺട്രോൾഡ് ആയിട്ട് ചിലപ്പോൾ പാരൻസ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു കാര്യമായിരിക്കാം കുട്ടിക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതാ പറഞ്ഞ് നമ്മൾ കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കാതെ ചില സമയത്തെങ്കിലും പെരുമാറുമ്പോൾ ആ കുട്ടി എന്തുമാത്രം നൊന്ത് നിൽക്കുന്നു എന്നുള്ള കാര്യം പാരൻസ് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നുള്ളൊരു കാര്യം, വലിയൊരു കാര്യം നമ്മുടെ മിഹിർ നമ്മളെ മുമ്പിൽ പഠിപ്പിച്ചു തരികയാണ്. അത് എല്ലാ പാരൻസിനും ഒരു സത്യം പറഞ്ഞാൽ അവർ കടമ നിറവേറ്റുന്നതിനപ്പുറം കുട്ടികളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കുറച്ച് സമയം കണ്ടെത്തണം എന്നുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മിഹിറിന്റെ ഉമ്മ എന്ന് പറയുന്നത് വളരെ പാവം സ്ത്രീയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ രണ്ടാം അച്ഛൻ എന്ന് പറയുന്ന ആ സ്റ്റെപ്പ് ഫാദർ എന്ന് പറയുന്ന വ്യക്തി അത് ഈ നിരന്തരം ആ സ്കൂളിനകത്ത് അപമാനിക്കുന്നത് അവന്റെ ഉമ്മ വേറെ കെട്ടിയതാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവന്റെ നിറം കണ്ടിട്ടാണ്, ഇവനെ പ്രസവിച്ചതിന് ശേഷമാണ് അവന്റെ അച്ഛൻ കളഞ്ഞിട്ട് പോയെന്നൊക്കെ പറഞ്ഞ് നിരന്തരമായിട്ട് അപമാനിക്കുമ്പോൾ ആർക്കിടെ അത് പറ്റുക? മാനസികമായിട്ട് സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? അതിനുശേഷം ഈ കുട്ടി, അതായത് പെൺകുട്ടി അത് കണ്ടുകൊണ്ട് നിൽക്കുന്നു. അതുപോലെ അവിടെ സെർവൻറ്റ് ഇത് വിളിച്ചിട്ട് ചായ കുടിക്കാനോ മറ്റുള്ള പല കാര്യങ്ങൾക്കും വിളിച്ചിട്ട് വന്നിട്ടില്ല എന്നടക്കം പല കാര്യങ്ങളും ഇതാ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. സോ മിഹിർ എന്ന് പറഞ്ഞ കുട്ടി എല്ലാവരുമായിട്ട്, അതായത് സ്വന്തം അച്ഛൻ വിവാഹം കഴിച്ച നമ്മുടെ സ്റ്റെപ്പ് മദറിനോടും അതോടൊപ്പം തന്നെ അമ്മയും തൻ്റെ സ്റ്റെപ്പ് ഫാദറിനോടും ഒക്കെ
വളരെ നല്ല രീതിയിൽ എല്ലാവരുമായിട്ടും നല്ല സൗഹൃദത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന കുട്ടിയാണ്, ഫ്രണ്ട്ലി ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന കുട്ടിയാണ്. രണ്ടാനച്ഛനെ ഇനി ഇപ്പോൾ തള്ളി പറയണമെങ്കിൽ ഈ രണ്ടാനച്ഛൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം മകന് തുല്യം അഥവാ മകനായിട്ട് തന്നെ കണ്ട് നടന്ന കുട്ടി തന്നെയാണ്. അവനെ ദുബായിൽ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കുന്നത്, ഫ്ലൈറ്റിലടക്കം കൊണ്ടാക്കുന്നത് ഇദ്ദേഹമാണ്. വളരെ റിച്ച് ആയിട്ടുള്ള ഫാമിലിയാണ്. അവർ ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ട് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഇവരുടെ വീട്ടിന്റെ പശ്ചാത്തലത്തിൽ അതൊക്കെ അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യമാണ്. സംശയാസ്പദം എന്ന് പറയുന്ന കാര്യങ്ങൾ ഇതിനകത്ത് മെയിൻ ഒന്ന്, ആ കുട്ടിയെ ഇപ്പം ഇദ്ദേഹം കുറച്ച് ആറ്റ് പുറത്തു വിട്ട് ഉമ്മ അടിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലേ, അതൊക്കെ തെളിയട്ടെ. അമ്മ സാധാരണ ഇതിലുള്ളൊരു ഉമ്മ അടിച്ചിട്ടുണ്ടായിരിക്കാം, അത് ന്യായീകരിക്കുന്നതല്ല. എങ്കിലും അല്ലാത്ത രീതിയിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? അവൻ നിരന്തരമായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഒന്ന് 2021, ഒന്ന് 2024 എന്തൊക്കെയാണ്. പക്ഷേ ഈ ദിവസങ്ങൾ അഥവാ ഈ കുട്ടിയുടെ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ആ കുട്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഏറ്റവും ക്രൂരമായ കാര്യങ്ങൾ ഇതിന്റെ 2-3 ദിവസം മുമ്പെയാണ് നടക്കുന്നത്. ആ കുട്ടി മരണപ്പെട്ടതിന്റെ അന്നും അവരുടെ വാട്സാപ്പ് ചാറ്റ്, ആ കുട്ടികൾ വാട്സാപ്പ് ചാറ്റ് പുറത്തു വന്ന് നമ്മൾ കണ്ടതാണ്. അതിന് 2 ദിവസത്തിന് മുമ്പുള്ളത് നമ്മൾ കണ്ടതാണ്. എന്തുമാത്രമാണ് നീഗ്രോ അഥവാ കറുത്ത വർഗ്ഗക്കാരനെ പോലെ ആ കുട്ടിയെ കരുതി ആ കുട്ടിയെ കൊണ്ട് ഏറ്റവും വലിയ ക്രൂരതെല്ലാം കാണിച്ചിട്ടും സ്കൂൾ അധികൃതർ പറഞ്ഞത് എന്താ? അതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തെളിവുകളോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ വാട്സാപ്പ് ചാറ്റുകളും മറ്റുള്ള പല കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നത് കണ്ടു. ഒരു കുട്ടിയുടെ കണ്ണുനീരിന് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ആത്മാവിനെ വീണ്ടും വിലപേശുകയും അതിനെ കൊല്ലാക്കൊല്ല ചെയ്യും. അദ്ദേഹം ഈ കുട്ടിയുടെ ബയോളജിക്കൽ ഫാദർ വന്ന് പറയുന്നത് എന്താണ്, ഇതിനെതിരെ നടപടി എടുക്കണം, അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല, അദ്ദേഹം നേരത്തെ കേസ് കൊടുത്തു, മറ്റുള്ള കാര്യങ്ങളാണ്, അദ്ദേഹത്തിന് മുമ്പേ എന്തൊക്കെ മറച്ചു വെച്ചു, ഇവർ പറയുന്നതിൽ വൈരുദ്ധ്യം ഉണ്ടെന്നൊക്കെയാണ്. വൈരുദ്ധ്യമുണ്ടെങ്കിലോ തെറ്റുകാരാണെങ്കിലോ അതൊക്കെ പുറത്തു വരണം. പക്ഷെ ഒരു കാര്യമുണ്ട്, 1.5 വയസ്സിൽ ഇവർ ഡിവോഴ്സ് ആയതിനു ശേഷം അവർ മറ്റൊരു 1.5 വയസ്സ് കുട്ടിക്ക് 1.5 വയസ്സ് ഉള്ളപ്പോഴാണ് മറ്റൊരു വിവാഹത്തിലേക്ക് പോകുന്നത്. ആ 1.5 വയസ്സിന് ശേഷം ഇത്ര 10, 12, 13 വർഷത്തിന് ശേഷം ആ കുട്ടിയെ അത്രയും നാളും ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് പറയുവാണെങ്കിൽ അതിന് മുമ്പ് എത്രയോ സമയം അവസരം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകനെ കൊണ്ടുപോകാമായിരുന്നല്ലോ, എന്തുകൊണ്ട് കൊണ്ടുപോയിട്ടില്ല? ആ കുട്ടിക്ക് ശരിക്കും ചില സമയങ്ങളിൽ എന്തെങ്കിലും ഉപദ്രവങ്ങളോ അച്ഛനമ്മമാരോ ടിപ്പിക്കൽ, ഞാൻ ഇപ്പോഴും പറഞ്ഞു ടിപ്പിക്കൽ മല്ലു മൈൻഡ് സെറ്റുള്ള പാരൻസിന്റെ എന്തെങ്കിലും പാരന്റിങ്ങിന്റെ ചില ഇതൊക്കെ കാണിച്ചിട്ടുണ്ടാവാം എന്ന് പറഞ്ഞിട്ട് അവരെക്കുറിച്ച് അനാവശ്യമായിട്ടുള്ള ഒരു കാര്യവും ഒരാളും പറയുന്നില്ല. ഈ ബാക്കിയുള്ളതെല്ലാം ഊഹാപോഹങ്ങൾ വെച്ചിട്ട് ഈ കുട്ടിയെക്കുറിച്ച് പറഞ്ഞു ഏറ്റവും മോശക്കാരൻ, എന്ത് മോശക്കാരനാണ്? പലരും പറയുന്നു ഇവൻ വേറെ പെൺകുട്ടികളൊക്കെ എന്തോ ദുരുപയോഗം ചെയ്യുക, ഒരു ലൈംഗികപരമായിട്ടുള്ള ഒരു കാര്യവും ആ കുട്ടി ചെയ്തിട്ടില്ല. വളരെ മോശമായിട്ടുള്ള രീതിയിൽ അങ്ങനെ ആക്കുകയാണ്. അങ്ങനെയല്ല, ആ കുട്ടി നിന്റെ അച്ഛനും അമ്മയും പിരിഞ്ഞത് നിന്റെ ഈ നിറം കണ്ടിട്ടല്ലടാ, നിന്നെ കണ്ടിട്ടല്ല നിന്റെ അച്ഛൻ നിന്റെ അമ്മയെ കളഞ്ഞിട്ട് പോയി എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ഒരു പെൺകുട്ടിയെ നോക്കാതെ അവൻ അടിച്ചു. ആ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ എന്താണ് ആ സംഭവം നടന്നിട്ടുള്ളത്, അല്ലാതെ ഒന്നുമില്ല. അതിനുശേഷം ഈ വീട്ടുകാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് TC വാങ്ങിയിട്ട് ഈ സ്കൂളിൽ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ സ്കൂളിൽ വരുന്നു, അത് ദുരൂഹതയാണ്. അതെന്താണെന്ന് അന്വേഷണത്തിൽ തെളിയണ്ടേ? ആ കുട്ടിയും എന്തിന് ഇതിലേക്ക് വന്നു? ഈ സ്കൂളിലേക്ക് വന്നു, ഇവൻ പഠിക്കുന്ന അതേ സ്കൂളിലേക്ക് എന്തിനു വന്നു? അതിനുശേഷം വീണ്ടും ഈ സ്കൂളിൽ വെറും 2-3 മാസം പിന്നിടുന്ന സ്കൂളിൽ നിന്ന് ഈ കുട്ടി എത്തിയിട്ട് ആത്മഹത്യ ചെയ്യണമെങ്കിൽ അവന് ഏൽക്കേണ്ടി വന്നിട്ടുള്ള മാനസിക സമ്മർദ്ദവും അവന് ഏൽക്കേണ്ടി വന്ന റാഗിങ് ക്രൂരതകളും തീർച്ചയായിട്ടും അന്വേഷണത്തിൽ വരണം. അല്ലാതെ ഈ പാരൻസിന്റെ അച്ഛനമ്മമാരുടെ നിരന്തരമായിട്ടുള്ള അടിപിടി വഴക്ക് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനകത്തുള്ള റിയൽ കൾപ്രിറ്റുകൾ രക്ഷപ്പെട്ടു പോകരുത്. ഈ കുട്ടിക്ക് നീതി വേണം. ആ കുട്ടി എല്ലാവരാലും സ്നേഹത്താൽ നടന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ ആ ആത്മഹത്യയെ വില കുറച്ച് കണ്ടുകൊണ്ട് പാരൻസിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്തു വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്ന ആരാണെങ്കിലും അത് നിയമത്തിന്റെ മുമ്പിൽ അതിന്റെ സത്യസന്ധത പുറത്തു വരണം. ആരാണെങ്കിലും ശിക്ഷ ലഭിക്കുകയും വേണം. ഇതാണ് മിഹിറിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മിഹിർ എന്നുള്ള കുട്ടി ഇതിനകത്ത് നിരപരാധി തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനി അമ്മയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ? ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് അച്ഛൻ കൊണ്ടുപോയില്ല? അമ്മ ഇത്ര വലിയ മോശക്കാരിയാണെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല? കാരണം അദ്ദേഹവുമായിട്ടും വളരെ നല്ല രീതിയിൽ കമ്പനിയായിട്ടാണ് ഇവർ പോകുന്നത്. ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സംസാരിക്കുന്നവർ തന്നെയാണ്, അകന്നു നിൽക്കുന്ന ആൾക്കാരൊന്നും അല്ല. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പൊടുന്നതിന് ഇങ്ങനെയൊക്കെ ഒരു കാര്യം വരുമ്പോൾ ഒരു ആർഗ്യുമെന്റ് വരുന്നു, അച്ഛൻ രംഗപ്രവേശം ചെയ്യുന്നു, സ്കൂള് പറയുന്നു ഇവൻ ഭയങ്കര മോശക്കാരനാണ് നിരന്തരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പുറത്തുവിടുന്നു, സർക്കുലർ പുറത്തുവിടുന്നു, അല്ലേ? അപ്പൊ ഇങ്ങനെ മാധ്യമങ്ങളും അത് കേട്ട പാതി കേൾക്കാത്ത പാതി അഡ്രസ്സ് ചെയ്യുന്നു. വലിയ വലിയ കോർപ്പറേറ്റ് സ്കൂളുകളാണ്. സോ അവർക്ക് ഇൻഫ്ലുവൻസ് വെച്ചിട്ട് സാമ്പത്തികം കൊണ്ട് എന്ത് നേരിടാനുള്ള കപ്പാസിറ്റി കഴിവുകളുണ്ട്. അതുകൊണ്ട് ഈ കുട്ടിയുടെ ആത്മഹത്യ, ഞാൻ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രം നിങ്ങളോട് ചോദിക്കുന്നു, ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു ഓർ എന്ത് സംഭവിച്ചു, ആ കുട്ടിയുടെ ഇവർക്ക് ആർക്കും പങ്കില്ല, അമ്മയ്ക്കാണ് പങ്ക്, മറ്റുള്ളവർക്കാണ് പങ്കെങ്കിൽ എന്തുകൊണ്ട് ആ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അന്ന് അവധി കൊടുത്തില്ല? അന്ന് ആ സ്കൂളിന് അവധി കൊടുക്കാത്തത് എന്താണ്? ആ ചരമത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് പങ്കെടുത്തില്ല? നിങ്ങൾ എന്തുകൊണ്ട് അവിടെ നിന്ന് മാറി നിന്നു? ഇത് ഞാൻ അറിയുന്നതാണ്. ഇതിനകത്തുള്ള ശരി തെറ്റുകളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. അത് അന്വേഷണത്തിൽ പുറത്തു വരുന്നത് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. എന്തായാലും ജസ്റ്റിസ് ഫോർ മിഹിർ, അവന് നീതി കിട്ടുക തന്നെ ചെയ്യും. നീതി കിട്ടുമെന്ന് എനിക്ക് ആത്മാർത്ഥമായ വിശ്വാസമുണ്ട്. ഇതിനകത്ത് കൾപ്രിറ്റുകൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. ഇതിൽ
നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ദയവായി ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് നേരിട്ട് എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഫേക്ക് ഐഡിയിലൂടെയെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന സത്യസന്ധമായ കാര്യങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒരുപാട് PR ടീമുകൾ ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ നിരങ്ങുന്നുണ്ട് ഈ ഒരു വിഷയം ഇപ്പോഴും ഈ അച്ഛൻ്റെ ഒരു കാര്യം വന്നതിന് ശേഷം ന്യായീകരിച്ചുകൊണ്ട്. അതുകൊണ്ട് സത്യസന്ധത അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഫേക്ക് ഐഡിയിലൂടെ കമൻറ്റ് ചെയ്യുക, ജനങ്ങൾ അറിയണം. അതുകൊണ്ട് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വ്യക്തമായ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വയ്ക്കും. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗൈസ് ബൈ.